പാഠം 997 2016 വിട. കറൻസി നോട്ടുകൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം അവസാനിക്കേണ്ട ദിവസമാണിന്ന്. പക്ഷേ പിൻവലിച്ച കറൻസിയുടെ മൂല്യത്തിന്റെ പകുതി തുകയ്ക്കുള്ള നോട്ടിന്റെ അച്ചടി പോലും പൂർത്തിയാകാത്ത സ്ഥിതിക്ക് കറൻസി ക്ഷാമം പഴയതുപോലെ തുടരാനാണ് സാധ്യത. ഭാമേ, ഇത് വായിച്ചോ? ഡിസംബർ 30 എല്ലാ പ്രശ്നവും തീരുമെന്നാണല്ലോ പറഞ്ഞത്. ഒന്നും തീരാൻ പോകുന്നില്ല. നോട്ട് ക്ഷാമം പഴയതുപോലെ തന്നെ ഉണ്ടാവും. നോട്ട് ക്ഷാമം തീരുമെന്ന് ആരാണ് വിശ്വസിച്ചിരുന്നത്? ഞാനെന്നാലും വിശ്വസിച്ചിരുന്നില്ല. എന്തായാലും ക്രിസ്മസ് കുളവായതിന് പുറമെ ന്യൂ ഇയറും കുളമായി. കയ്യിൽ 10 പൈസ ഇല്ലാതെ ന്യൂ ഇയർ ആഘോഷിക്കേണ്ട ഗതികേടായി. എന്റെ അഭിപ്രായത്തിൽ അത് നന്നായി. ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും പേരിൽ മൂക്കറ്റം കുടിച്ചുകൊണ്ട് നടന്നവരൊക്കെ ഇത്തവണ മര്യാദക്കാരാവും. ഇങ്ങനെ ഓരോ ആഘോഷങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന ധൂർത്ത് അവസാനിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്. മോഹനേട്ടൻ കള്ളു കുടിക്കാത്ത ആളായതുകൊണ്ട് അങ്ങനെ എല്ലാം പറയും. ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോ മാത്രമേ മോഹനേട്ടൻ പഠിക്കൂ. മോഹനേട്ടൻ സാറേ, എന്തൊക്കെയുണ്ട് സാറേ വിശേഷങ്ങള്? സുശീലനാണല്ലോ ഇപ്പൊ കണ്ട. നന്നായി. സുശീലൻ, ഇവിടെ വരൂ. എന്തിനാ വിളിക്കണേ? സുശീലമായിട്ട് നിലപാട് നീ കണ്ടോ? എന്താ സാറേ? സുശീലിനിടെയായി ഭയങ്കര മദ്യപാനമാണെന്ന് ഞാൻ അറിഞ്ഞല്ലോ. പല ദിവസങ്ങളിലും കുടിച്ചു ബോധമില്ലാതെ വഴിയിൽ കിടക്കുകയാണെന്നും അറിഞ്ഞു. ശരിയാണോ സുശീല? എന്തിനാണ് സുശീല ഇങ്ങനെ മദ്യപിച്ച് ആരോഗ്യവും പണവും അഭിമാനവും ഒക്കെ നഷ്ടപ്പെടുത്തുന്നത്? സുശീലിന് എന്നെ കണ്ടു പഠിച്ചൂടെ? നാളെ എല്ലാം നിർത്തുകയാണ് സാറേ. സത്യം, നാളെ 31-ാം തീയതി അല്ലേ? നാളെ കൂടിയേ വെള്ളവടിയുള്ളൂ. 1-ാം തീയതി മുതൽ ഞാൻ ഭയങ്കര മര്യാദക്കാരനായിരിക്കും. അങ്ങനെയാണെങ്കിൽ നല്ലത്. പോയിക്കോളൂ. ശരി സാർ. ഇങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരെയും ഉപദേശിച്ച് നേർവഴിക്ക് കൊണ്ടുവരുന്നത്. മനസ്സിലായോ? ഏറ്റവും മോഹനേട്ടാ, ആ സുശീലൻ പറഞ്ഞ മോഹനോട് വിശ്വസിച്ചിരിക്കുക. എല്ലാ കുടിയന്മാരും എല്ലാ ഡിസംബർ 31-ാം തീയതിയും പറയുന്നൊരു ഡയലോഗാണ് അത്. നാളെ മുതൽ ഒരു തുള്ളി ഞാൻ കുടിക്കില്ലെന്ന്. ചുമ്മാ പറയണതാണ്. നിർത്താൻ ആഗ്രഹമുള്ളവർ നിർത്തുന്നതേ നാളെ മുതലായിരിക്കില്ല, ഇന്ന് മുതലായിരിക്കും. ഇപ്പൊ മുതൽ കുടിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കാം. അതേ വിശ്വസിക്കാവൂ. അല്ല, പുതുവർഷം വരെയല്ലേ, മോഹനേട്ടൻ എന്താ നിർത്തുന്നേ? അയ്യോ, നിനക്കതാ ഒരു പരിഹാസം? ദുശീലങ്ങളൊന്നുമില്ലാത്തൊരു ഭർത്താവിനെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ് എന്ന് നിനക്കറിയാമോ? ഭയങ്കര ഭാഗ്യമോനട്ടാ. നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം ആണുങ്ങളും മദ്യപിക്കുന്നവരാണ്. മദ്യപിക്കുക മാത്രമല്ല, ചിലരൊക്കെ കുടിച്ച് ബോധമില്ലാതെ വീട്ടിൽ കയറി ചെന്ന് ഭാര്യയെ തല്ലുന്നവരുമാണ്. ഒരുപാട് പേർ പുകവലിക്കുന്നവരാണ്. കൈക്കൂലിക്കാരായ എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. അവരൊക്കെയാണ് ഡിസംബർ 31-ാം തീയതി ഓരോ ദുശീലങ്ങൾ നിർത്തേണ്ടത്. മോഹനകൃഷ്ണ സാറിന് അങ്ങനെ ഒരു ദുശീലം ഇല്ലാത്തതുകൊണ്ട് ഒന്നും നിർത്തേണ്ടി വരില്ല. കള്ളുകൂടിയും കൈക്കൂലിയും മാത്രമാണ് ദുശീലം എന്ന് കരുതുന്നതുകൊണ്ടാണ് മോഹനേട്ടൻ ഇങ്ങനെ തോന്നുന്നത്. വേറെയും ദുശീലങ്ങളുണ്ട്. മോഹനേട്ടനുള്ള ഒരുപാട് ദുശീലങ്ങൾ. അങ്ങനെ വെറുതെ എന്തെങ്കിലും പറയുന്നവരായില്ല. എനിക്ക് എന്ത് ദുശീലങ്ങളാണുള്ളത് എന്ന് പറയൂ. പറയട്ടെ. 1, മുൻകോപം. ഒരു കാര്യം മുഴുവൻ കേൾക്കുന്നതിന് മുന്നേ മോഹനേട്ടൻ എടുത്തു ചാടി ദേഷ്യപ്പെട്ടു കളയും. വളരെ സാവധാനത്തിൽ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഓരോ കാര്യത്തിലും നമ്മൾ പ്രതികരിക്കാൻ പാടുള്ളൂ. ഇനി രണ്ടാമത്തേത്
പിശുക്ക്. 1 രൂപ പോലും ചെലവാക്കാതെ മുഴുവൻ പൈസയും കൊണ്ടുപോയി ബാങ്കിലിട്ട് അതിന്റെ കണക്ക് നോക്കി സന്തോഷിക്കുന്നത് അതൊട്ടും നല്ല സ്വഭാവമല്ല. ഞാനൊരു നിസാരമായ ആവശ്യം പറഞ്ഞാൽ പോലും മോഹനേട്ടന് സാധിച്ചു തരൂല. ശരിയല്ലേ? ഇനി 3ാമത്തേത് ബഹുമാനമില്ലായ്മ. മോഹനേട്ടന്റെ രീതി വെച്ച് എല്ലാവരും മോഹനേട്ടനെ ബഹുമാനിക്കണമെന്നത് മോഹനേട്ടൻ നിർബന്ധമാണ്. പക്ഷെ മറ്റുള്ളവരെ, പ്രത്യേകിച്ചും എന്നെ, മോഹനേട്ടന് ഒരു ബഹുമാനമില്ല. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നതും കളിയാക്കുകയും ചെയ്യുന്നതും മോഹനേട്ടന്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഈ പറഞ്ഞ 3 ദുശ്ശീലങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഈ വർഷം ഉപേക്ഷിക്കുന്നതിനെ പറ്റി മോഹനേട്ടന്റെ അഭിപ്രായം എന്താണ്? നീ ഈ പറഞ്ഞ 3 കാര്യങ്ങളും പച്ചക്കള്ളമാണ്. 1 മുൻകോപം. ഞാൻ അങ്ങനെ ആവശ്യമില്ലാതെ ആരോടും ദേഷ്യപ്പെടാറില്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കി എടുക്കാൻ നിന്റെ അത്രയും സമയം വേണ്ടാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പ്രതികരിക്കും. അതൊരു ദുശീലമല്ല. 2 പിശുക്ക്. എനിക്ക് യാതൊരു തരത്തിലുള്ള പിശുക്കുമില്ല. ആവശ്യത്തിലുള്ള പണം ഞാൻ ചെലവാക്കാറുണ്ട്. പക്ഷേ ആവശ്യത്തിന് മാത്രമേ ചെലവാക്കൂ. നീ പറയുന്നത് പോലെ തോന്നുമ്പടി കാശ് ചെലവാക്കുന്നത് ധൂർത്താണ്. അതിന് എന്നെ കിട്ടില്ല. 3 നിന്നോട് എനിക്ക് ബഹുമാനമില്ല എന്ന് പറഞ്ഞു. ഒരാൾ മറ്റൊരാളെ ബഹുമാനിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം വേണം. ഞാൻ നിന്നെ ബഹുമാനിക്കേണ്ട കാര്യം എന്താണ്? ആദ്യം ബഹുമാനിക്കപ്പെടേണ്ട കാരണങ്ങൾ നീ ഉണ്ടാക്കും. അപ്പൊ ഞാൻ നിന്നെ ബഹുമാനിച്ചോളാം. എന്ത് മനോഹരമായി മോഹനേട്ടന്റെ ന്യായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. സത്യത്തിലെ ഈ വില്ലേജ് പണിക്ക് പോകാതെ രാഷ്ട്രീയത്തിൽ വല്ലതും ഇറങ്ങിയിരുന്നെങ്കിൽ മോഹനേട്ടൻ ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രിയായത്. ഈ പറഞ്ഞതിന്റെ മറുപടി ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം. വേണമെന്നില്ല. വെച്ച് പഠിക്ക്, വിവരം ഉണ്ടാവട്ടെ. അങ്ങനെയെങ്കിലും. നമസ്കാരം സാറേ. നമസ്കാരം. എന്താ ദിനേശ് ചേട്ടാ രാവിലെ? സാറേ, എന്റെ സ്ഥലം ഒന്ന് അളക്കാൻ സാറ് വരാമെന്ന് പറഞ്ഞിരുന്നു. നാളെ സാറിന് സമയം ഉണ്ടാവോ? നാളെ 31-ാം തീയതിയല്ലേ? അതെ സാറേ. നാളെ എനിക്ക് ഒട്ടും സമയം ഉണ്ടാവില്ല. വൈകിട്ട് മതി സാർ. വൈകിട്ടാണ് തീരെ സമയമില്ലാത്തത്. അപ്പൊ പിന്നെ എന്താ സാറേ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാണെങ്കിൽ നോക്കാം. അന്ന് സൗകര്യമാണെങ്കിൽ എന്നെ വിളിച്ചത് പറഞ്ഞാൽ മതി. ഓ ശരി സാറേ. ഓ ശരി. മോനേട്ടാ, നാളെ വൈകിട്ട് എന്താ തിരക്ക്? ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. എനിക്ക് പല പല തിരക്കുകളുണ്ടാവും. അത് നിന്നോട് പറയേണ്ട കാര്യം എന്താണ്? വില്ലേജ് ഓഫീസറുടെ തിരക്ക് ആഫീസ് സമയത്തല്ലേ? ഈ ആഫീസ് സമയം കഴിഞ്ഞിട്ട് എന്താണ് പ്രശ്നം? എന്റെ തിരക്കുകൾ തീരുമാനിക്കുന്നത് ഞാനാണ്, നീയല്ല. മനസ്സിലായല്ലോ? മനസ്സിലായി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഭാര്യയോട് ബഹുമാനമില്ലാത്ത ഒരാളാണ് മോഹനേട്ടൻ എന്ന്. ഈ സ്വഭാവം അടുത്ത് കൊല്ലുമെങ്കിലും ഒന്ന് മാറ്റിയേ കൊള്ളാം. എനിക്ക് സൗകര്യമില്ല. എന്താ? ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒന്ന് ഞാൻ നോക്കട്ടെ. ഇത് നീ കാണേണ്ട കാര്യമല്ല. ഞാൻ കാണണ്ടാത്തൊരു സാധനം ഈ വീട്ടിലിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എന്താണെന്ന് കാണുമല്ലോ. ഓ, പ്രേമലേഖന. ഭാര്യയുടെ അടുത്ത് നിന്ന് ഒരു ഭർത്താവ് ഒളിച്ചു വെക്കുന്ന പ്രേമലേഖനമല്ലാതെ വേറെന്താ? ആർക്കാണ് എന്ന് മാത്രം പറഞ്ഞാ മതി. പുതുവത്സര സന്ദേശം. പ്രിയപ്പെട്ടവരെ, നമ്മൾ 2016 വിട പറഞ്ഞ് 2017 പ്രവേശിക്കാൻ ഇനി ഒരുപാട് സമയമില്ല. ഒരു പുതുവത്സര ദിനം എന്നാൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് അതിലടങ്ങിയിരിക്കുന്നത്. ഒന്നാമത്തേത് കഴിഞ്ഞുപോയ വർഷത്തേക്കുള്ള തിരിഞ്ഞുനോട്ടം. രണ്ടാമത്തേത് പുതുവർഷത്തെ സംബന്ധിക്കുന്ന നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും. 2016 നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് കാണുന്നത്?
വല്ല പത്രത്തിലേക്ക് അയച്ചു കൊടുക്കാനാണോ? അല്ല. പിന്നെന്താ? അത് നീ അറിയണമെന്ന് പറഞ്ഞില്ലേ? മനസ്സിലായി. വില്ലേജ് ആഫീസിൽ പോയി അവിടെയുള്ളവരുടെ മുന്നിൽ വെച്ച് വായിച്ച ആളാവാനായി എഴുതി വെച്ചിരിക്കുന്ന ഒരു ലേഖനം. കൊള്ളാം എന്തായാലും. ഇത് ചുമ്മാ നിന്ന് വായിക്കാണോ അതോ മൈക്ക് കെട്ടി വെച്ച് ഒരു ഗംഭീര പ്രസംഗമായിട്ട് അവതരിപ്പിക്കാണോ? വീട്ടിലെ ഒരു കാര്യത്തിന് ഭാര്യയെ സഹായിക്കാൻ നേരമില്ല. പക്ഷെ ആഫീസിൽ പോയി അവിടെയുള്ളവരുടെ മുന്നിൽ ആളാവാനായിട്ട് മെനക്കെട്ടിരുന്ന ലേഖനം എഴുതാൻ മാത്രം സമയമുണ്ട്. ഇതുകൊണ്ടൊക്കെ വല്ല കാര്യമുള്ളതാണെങ്കിലും വേണ്ടില്ല. ഉത്തമ വിളിക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഉത്തമൻ എന്ന് വായിച്ചേൽപ്പിക്കേ. ഉത്തമന് കുറച്ച് വിവരം ഉണ്ടാവട്ടെ. അത് ഞാൻ തീരുമാനിച്ചോളാം. നിന്നെപ്പോലുള്ള അഹങ്കാരികൾക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാവില്ല. കൊള്ളാലോ. വലിയ ആഫീസർ അത്ര ചെറിയ പുള്ളിയൊന്നും അല്ല. എടുക്കനാ. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നാളെ സംഗതി ഗംഭീരാക്കുമല്ലോ. ഞാൻ ഇപ്പൊ ബലറാം സാറിനെ കണ്ടിരുന്നു. അപ്പോഴാണ് വിവരങ്ങളെല്ലാം വിശദമായിട്ട് അറിഞ്ഞത്. ഇത് പറയാനായിട്ടാണോ തോന്നുന്നത്? അതല്ല സാറേ, ദാമോദര സാറിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഈ ആഴ്ച തരാമെന്ന് സാർ നേരത്തെ പറഞ്ഞിരുന്നു. ഈ ആഴ്ച എന്നല്ല പറഞ്ഞത്, ശനിയാഴ്ച. ശനിയാഴ്ച നാളെ നാളെ രാവിലെ വന്നാൽ സർട്ടിഫിക്കറ്റ് തരാം. വരാം സാറേ. നമസ്കാരം. നമസ്കാരം. ഉത്തമ, പുതുവർഷം തുടങ്ങാൻ 2 ദിവസമല്ലേ ഉള്ളൂ. ഉത്തമന്റെ തീരുമാനങ്ങൾ എന്തൊക്കെയാ? എന്ന് വെച്ചാ അല്ല, പലരും കള്ളുകൂടി നിർത്തുന്നു, പുകവലി നിർത്തുന്നു. അതുപോലെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന്. എനിക്ക് ഇമാതിരിയുള്ള സ്വഭാവങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ എന്തോന്ന് നിർത്താനാണ്? മോഹനന്റെ പ്രശ്നം അതാ ഉത്തമ. ഇനിയിപ്പൊ എന്തെങ്കിലും നിർത്തിയേ പറ്റുമെന്നാണെങ്കിൽ ഒന്നെങ്കിൽ ഭക്ഷണം കഴിക്കലും നിർത്തണം, അല്ലെങ്കിൽ ശ്വാസം വലിക്കലും നിർത്തണം. ബാക്കി കാര്യങ്ങളെല്ലാം എന്റെ മോഹനന്റെ പെർഫെക്റ്റ് അല്ലേ? സാറേ, രാവിലെ ഇവിടെ എന്തോ സംസാരം ഉണ്ടായിട്ടുണ്ടല്ലോ. എന്റെ സ്വഭാവം മൊത്തം പ്രശ്നമാണെന്ന് അവള് പറഞ്ഞാൽ എനിക്കത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ ഉത്തമ? എനിക്ക് മുൻകോപമാണ്, പിശുക്കാണ് എന്നൊക്കെയാണ് അവള് പറയുന്നത്. അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത്. ഇനി കൂടുതൽ നിൽക്കാൻ സമയമല്ലേ സാറേ. ഞാൻ എന്നാ വയ്ക്കോട്ടെ. നാളെ രാത്രി വായനശാല വെച്ച് കാണാം. വക്കീലേ, അപ്പൊ നാളെ വൈകിട്ടങ്ങ് വരുമല്ലോ അല്ലേ? നാളെ വൈകിട്ടാ? എവിടേക്ക്? നാളെ രാത്രി ന്യൂ ഇയർ ആഘോഷം തകർക്കല്ലേ? അപ്പൊ വക്കീൽ വരാതിരുന്ന എങ്ങനെയാ? ആരുടെ ആഘോഷം? അയ്യോ സാർ, അപ്പൊ വക്കീലിനോടൊന്നും പറഞ്ഞില്ലേ? നാളെ നമ്മുടെ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ തകർപ്പ ന്യൂ ഇയർ ആഘോഷം നടക്കില്ലേ? രാത്രി 11:30 ഗാനമേളയുണ്ട്. ഇത്രയും ഗംഭീരമായ പരിപാടി ഇതിനു മുമ്പൊന്നും നടന്നിട്ടില്ലെന്നാണ് ബലറാം സാർ എന്റെ അടുത്ത് പറഞ്ഞത്. ഇതൊക്കെ സാധാരണ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ ഉത്തമ? എന്റെ സാറിന് അതൊന്നും ഇഷ്ടാവൂല. ന്യൂ ഇയർന്ന് ഗാനമേള കേട്ടാലേ മോഹനേട്ടൻ ചെകുത്താൻ കുരിശ് കാണുന്ന പോലെ ആവും. വക്കീൽ ഇതെന്ത് വർത്താനം പറയുന്നേ? എന്ത്? ഓ, ഈ ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്ന ആരാ? മോഹനേട്ടൻ സാറല്ലേ? എന്ത് സത്യം? ഞാൻ രാവിലെ ചായക്കടയിൽ വെച്ച് ബലറാം സാറിനെ കണ്ടപ്പം ബലറാമ സാറാണ് എന്റെ അടുത്ത് പറഞ്ഞത് പരിപാടിയുടെ ഉദ്ഘാടനം കെ മോഹനേട്ടൻ സാറാണ് എന്ന്. അല്ലെങ്കിൽ ഇതുപോലൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ മോഹനേട്ടൻ സാർ അല്ലാതെ വേറെ ആരാണ് ഈ നാട്ടിലുള്ളത്? നോട്ടീസിൽ സാറിന്റെ പേരുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ നോട്ടീസ് കണ്ടില്ല, പക്ഷെ പേരുണ്ട്. വില്ലേജ് കൊള്ളാലോ. അപ്പൊ വില്ലേജ് ഓഫീസിൽ പോയി സ്വയംപ്രഭയും കാഞ്ചനെ വായിച്ച് കേൾപ്പിക്കാനുള്ള പുതുവത്സര സന്ദേശമൊന്നും ആയിരുന്നില്ലല്ലേ അത്? നാളെ വായനശാലയിലെ ആഘോഷത്തിനുള്ളതായിരുന്നു. എന്താണ് വക്കീലേ? അതൊക്കെ ഉണ്ട്. ഉത്തമ നൽകാലും വിട്ടു. വില്ലേജ് ഓഫീസറോട് 2 പറഞ്ഞിട്ട് ബാക്കി തുടങ്ങി വഴക്ക്. ഈ സ്വഭാവം എന്നാ തുടങ്ങിയത്? ഷർട്ട് ഇടുന്ന സ്വഭാവമാണോ? അതല്ല പറഞ്ഞത്. ഓരോരോ കാര്യങ്ങൾ എന്റെ അടുത്ത് ഒളിച്ചു വെക്കുന്ന ഈ സ്വഭാവം എന്നാ തുടങ്ങിയെന്ന്. എന്ത് കാര്യം? അയ്യോടാ, ഒന്നും അറിയാത്തോലെ നിക്ക് നിപ്പ് നോക്കി. ഇത്രയും കാലം ഒടുക്കത്തെ മുൻകോവോ മുടിഞ്ഞ പിശുക്കോ ഉണ്ടായിരുന്നുള്ളൂ.
എന്നാലും എന്നെ ഒളിച്ചൊന്നും ചെയ്യില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ ഇത് അതും പോയി. കാര്യം പറയൂ. മോഹനേട്ട നാളെ എന്താ പരിപാടി? രാവിലെ ഓഫീസിൽ പോണം. അതെനിക്കറിയാം. ആഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്താ പരിപാടി എന്നാണ് ഞാൻ ചോദിച്ചത്. ഓഫീസിൽ ഇറങ്ങിയിട്ട് നേരെ ഇങ്ങോട്ട് വരും. അതാണല്ലോ എല്ലാ ദിവസവും ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നിനക്കെന്താ അറിയേണ്ടത്? നാളെ വായനശാലയുടെ വക പുതുവർഷാഘോഷം ഉണ്ടോ? എന്താ ഞെട്ടിയത്? ഇതൊന്നും ഞാൻ അറിയില്ലെന്ന് വെച്ചോ? മോഹനേട്ടൻ ഈ കാര്യം എന്നോട് പറയാറുന്നേ. ഇത്രയും വലിയൊരു പരിപാടി ഈ നാട്ടിൽ നടക്കുന്നു. അതിൽ മോഹനേട്ടൻ പങ്കെടുക്കുന്നു, പ്രസംഗിക്കുന്നു. എന്നിട്ട് അതൊന്നും എന്നോട് പറയുന്നില്ല. ഇത് കുറച്ച് കഷ്ടം എന്റെ മോഹനേട്ടാ. ഇങ്ങനത്തെ കാര്യമൊക്കെ മറ്റുള്ള ആളുകൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിയണ്ടേ? മോഹനേട്ടൻ എന്താ പറയാതിരുന്നത്? അത് പറ. ഞാൻ മറന്നുപോയി. ഒച്ചക്കള്ളമായി പറയുന്നത്. മോഹനേട്ടൻ കുറച്ചു മുന്നേ അവിടെ എഴുതിക്കൊണ്ടിരുന്ന ആ സന്ദേശം എന്തിനുള്ളായിരുന്നാ പറഞ്ഞത്? വില്ലേജ് വായിക്കാനല്ലേ? അല്ല, അത് നാളെ വായനശാലയിലെ ആഘോഷത്തിന് ബാക്കിയുള്ളതായിരുന്നു. അതിനെപ്പറ്റി ഞാൻ ചോദിച്ചിട്ട് പോലും മോഹനേട്ടൻ ആഘോഷത്തിന്റെ കാര്യം പറഞ്ഞില്ല. എന്നോട് നുണ പറയുകയും ചെയ്തു. പറ മോനേട്ടാ, എന്നെ വിളിച്ച് പുതുവർഷ ആഘോഷത്തിന് പോകേണ്ട കാര്യം എന്താ മോനേട്ടന്? നിന്നെ വിളിച്ച് ഞാൻ പോയില്ലല്ലോ. നേരത്തെ എന്നോട് പറയുമായിരുന്നു. പറയാതെ പോയത് നീ പേടിച്ചു പോയില്ലേ? അത് കൊള്ളാം. മോഹനേട്ടൻ പറഞ്ഞിട്ട് പോകുന്നതിന്റെ അർത്ഥം എന്താ? നാളെ വൈകിട്ട് ആഘോഷത്തിന് പോകുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞിട്ട് പോവെന്നല്ലേ? അതെ. അതായത് എന്നെ കൊണ്ടുപോകുന്നില്ല എന്ന്. നിന്നെ എന്തിനാ കൊണ്ടുപോകുന്നത്? ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനല്ലേ? മോഹനേട്ടാ, ഇതാണ് ഇത്രയും നേരം ഞാൻ മോഹനേട്ടനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. ഭാര്യയുടെ ബഹുമാനമില്ല എന്ന് മാത്രമല്ല, ഭാര്യ ഒരു മനുഷ്യജീവിയാണെന്നുള്ള പരിഗണന പോലും മോഹനേട്ടൻ കാണിക്കുന്നില്ല. ഒരു സിനിമയ്ക്ക് പോകുന്ന കാര്യമോ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്ന കാര്യമോ പറഞ്ഞിട്ടുണ്ടെങ്കിലും മോഹനേട്ടൻ അത് സമ്മതിക്കില്ല. അത് കാശ് ചെലവുള്ള കാര്യമാണല്ലോ. ഇപ്പതാ ഒരു ചെലവില്ലാത്ത ഒരു കാര്യം വന്നപ്പോ മോഹനേട്ടൻ എന്നെ അറിയിക്കുന്നു കൂടിയില്ല. എന്തായാലും നാട്ടുകാരുടെ മുന്നിൽ ആളാവാൻ പോവാണല്ലോ. അവിടെ ചെന്ന് പുതുവത്സര സന്ദേശം പറഞ്ഞ് നാട്ടുകാരുടെ കയ്യടി വാങ്ങണം. അത്രയേ മോഹനേട്ടന് വേണ്ടു. അതായിക്കോ മോഹനേട്ടാ, കയ്യടി വാങ്ങിച്ചു. പക്ഷെ ആ നേരത്തെ ഞാനും കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ദോഷമാണ് മോഹനേട്ടൻ ഉണ്ടാവുന്നത്? ഞാൻ അത്രയ്ക്ക് മോശക്കാരിയാണോ മോഹനേട്ടാ? നാട്ടുകാരുടെ മുന്നിൽ കാണിക്കാൻ കൂടെ കൊള്ളാത്തൊരു മോശക്കാരി? എല്ലാം കൂടെ കൊണ്ടുപോയ മോഹനേട്ടൻ നാണക്കേടുണ്ടാവോ? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? മോഹനേട്ടൻ ഇതെല്ലാം ആവശ്യമില്ലാത്ത കാര്യം തന്നെയാവും. പക്ഷെ എനിക്കിത് ആവശ്യമുള്ള കാര്യം തന്നെയാ. ഞാനിവിടുത്തെ വേലക്കാരിയാണെന്നുള്ള ധാരണ മാറ്റാതെ മോഹനേട്ടന് എന്ത് ആഘോഷത്തിന് പോയാലും ഒരു കാര്യമില്ല. എന്തായാലും ഉദ്ഘാടനം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? നമസ്കാരം സർ. നമസ്കാരം. സണ്ണിക്കുട്ടി ഇന്നലെ വൈകുന്നേരം വരുന്നല്ലേ പറഞ്ഞത്? അതെ സർ. പക്ഷേ ജോലി കഴിഞ്ഞപ്പോ രാത്രി 8 മണി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന സാറിനൊരു ശല്യമാവുമല്ലോ എന്ന് കരുതി അതാ വരാഞ്ഞത്. പരിപാടിയുടെ ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? എല്ലാം തീരാറായി സർ. സ്റ്റേജിന്റെ പണി ഇന്നലെ രാത്രി തന്നെ തീർന്നു. ഇനി കുറച്ച് അലങ്കാരങ്ങൾ ബാക്കിയുണ്ട്. അതൊക്കെ രാവിലെ തുടങ്ങി. ഉച്ചയ്ക്ക് മുമ്പ് എല്ലാം തീരും. നന്നായി. പരിപാടി തുടങ്ങുന്ന സമയം കൃത്യം 9 മണി തന്നെയല്ലേ? അതെ സർ. ദാ നോട്ടീസ്. പിന്നെ 9 മണി എന്ന് പറഞ്ഞാൽ 9 മണി തന്നെ ആയിരിക്കണം. പരിപാടി തുടങ്ങാൻ വൈകിയാൽ പിന്നെ എന്നെ പ്രതീക്ഷിക്കേണ്ട. കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ ഞാൻ കർക്കശക്കാരനാണ്. ഒക്കെ ബലരാമൻ സാറ് പറഞ്ഞിട്ടുണ്ട്. പരിപാടി കൃത്യസമയത്ത് തന്നെ തുടങ്ങിയിരിക്കും. നമസ്കാരം വക്കീലെ. നമസ്കാരം. വക്കീലിനെ ഇവിടെ വന്ന് വിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ബലരാമൻ സാർ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, മോഹനേഷ് സാറിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അതൊരു ശരിയായ ഏർപ്പാടല്ലല്ലോ സണ്ണിക്കുട്ടി. അല്ല വക്കീലെ, ഞാൻ മോഹനേഷ് സാറിന്റെ ഭാര്യയായിരിക്കും. പക്ഷെ അതിന്റെ പേരിൽ എന്നെ വിളിക്കണ്ട എന്ന് ആരാണ് പറഞ്ഞത്? അയ്യോ അങ്ങനെയല്ല വക്കീലെ. കാര്യം ഭാര്യയും ഭർത്താവും ആകുമ്പോ ഒരാളോട് പറഞ്ഞാലും മതിയല്ലോ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സാർ ഏൽക്കുകയും ചെയ്തു. സണ്ണിക്കുട്ടി, ഇവള് വെറുതെ തമാശ പറയുന്നത്. ഇതൊക്കെ കേട്ടുന്ന സമയം കളയാതെ വേഗം ഒരുക്കങ്ങൾ തുടങ്ങാൻ നോക്ക്. ഇനി ആകെ 60 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പൊ ശരി വക്കീലെ, ഞാൻ വരട്ടെ. എന്തായാലും നോട്ടീസ് തുടങ്ങാൻ ഞാൻ വക്കീലും തന്നേക്കാം. ശരി.
നോട്ടീസ് കൊണ്ട് വന്നിരിക്കണം. നാട്ടുകാരുടെ മുന്നിൽ ക്യാമറ കിട്ടിയ അവസരം കൊണ്ട് മോഹനേട്ടൻ അങ്ങ് ആളാവുന്നല്ലേ? ആ, ഇനി എന്തായാലും മോഹനേട്ടൻ കാല് പിടിച്ച് എനിക്ക് ആ പരിപാടിക്ക് വരണ്ട. പക്ഷേ ഇനി അങ്ങോട്ട് എന്റെ അടുത്തൊന്നും ഇത് പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. ഞാൻ എനിക്ക് തോന്നിടത്ത് പോവും. മോഹനന്റെ അടുത്ത് പറയൂടിയില്ല. മോഹനേട്ടൻ എല്ലാ കാര്യങ്ങളും രഹസ്യമാണല്ലോ. ഇനി അങ്ങോട്ട് എന്റെ കാര്യം രഹസ്യമായിരിക്കും. ഇതിലെന്ത് രഹസ്യം? രഹസ്യമായിട്ടുള്ള കാര്യത്തിന് ആരെങ്കിലും നോട്ടീസ് അച്ചടിക്കോ? മഹാത്മാഗാന്ധി വായനശാലയുടെ പുതുവത്സരാഘോഷം ഡിസംബർ 31 രാത്രി 9 മണി മുതൽ. പ്രിയ സുഹൃത്തെ, മഹാത്മാഗാന്ധി വായനശാലയുടെ ആഭിമുഖ്യത്തിലുള്ള പുതുവത്സരാഘോഷങ്ങൾ 2016 ഡിസംബർ 31 രാത്രി 9 മണി മുതൽ വായനശാലയുടെ മുമ്പിൽ നിർമ്മിച്ച സ്റ്റേജിൽ വെച്ച് നടക്കുകയാണ്. എല്ലാ നല്ലവരായ നാട്ടുകാരും കുടുംബസമേതം ഈ പരിപാടിയിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാര്യപരിപാടി, ഈശ്വര പ്രാർത്ഥന. സ്വാഗതം. ശ്രീ PK മത്തായി, കൺവീനർ, ആഘോഷ കമ്മിറ്റി അധ്യക്ഷൻ. ശ്രീ A ബലരാമൻ, പ്രസിഡന്റ്, വായനശാല ഭരണസമിതി. ഉദ്ഘാടനം ശ്രീ K മോഹനകൃഷ്ണൻ, വില്ലേജ് ഓഫീസർ. പുതുവത്സര സന്ദേശം അഡ്വക്കേറ്റ് P സത്യഭാമ. ആശംസകൾ. ജോയ്. എന്താ വായിച്ചത്? പുതുവത്സര സന്ദേശം അഡ്വക്കേറ്റ് P സത്യഭാമയോ? എന്നെ വിളിക്കാൻ വില്ലേജ് ഓഫീസ് വന്നപ്പോ ബലരാമൻ സാർ നിന്റെ കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു നീ വരുമെന്ന്. നിന്റെ അനുവാദം ചോദിക്കാൻ വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞോളാമെന്ന്. അയ്യോ, വൈകിട്ട് നിനക്ക് വായിക്കാൻ വേണ്ടിയാ ഞാൻ ആ പുതുവത്സര സന്ദേശം അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് വേണ്ടിയല്ല. ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. വെറുതെ എന്നെ കൊണ്ട് വഴക്കുണ്ടാക്കിച്ചു. ഞാൻ ഭാര്യയെ ബഹുമാനമില്ലാത്ത ആളാണെന്ന് നീ നേരത്തെ പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ ഒരു തെളിവ് കിട്ടണ്ടേ? അതിനാണ് ഈ നോട്ടീസ് കിട്ടുന്നവരെ കാത്തിരുന്നത്. ദുഷ്ടൻ. നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ ഒരു ദോഷം ഉണ്ടായിരുന്നില്ലല്ലോ. മതി. പുതുവത്സര സന്ദേശം അഡ്വക്കേറ്റ് P സത്യഭാമ. നമസ്കാരം. സംഭവ ബഹുലമായ മറ്റൊരു വർഷം കൂടി നമ്മളോട് വിട പറഞ്ഞു പോവുകയാണ്. ഇന്നും നാളെയും കൂടി കഴിഞ്ഞാൽ അവസാനിക്കുകയാണ്. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി 2017 നമ്മുടെ പടി കടന്നെത്തുകയാണ്. ഇനി നമ്മൾ കാണുന്നത് പുതിയ വർഷത്തിലായിരിക്കും. ഇത് നമ്മൾ ഒരുമിച്ചുള്ള 5ാമത്തെ പുതുവർഷാഘോഷമാണ്. ഇത്രയും കാലവും ഞങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ സ്നേഹിച്ച പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി. ഒപ്പം എല്ലാ പ്രേക്ഷകർക്കും സ്നേഹവും സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി.